ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ചാവക്കാട് തിരുവത്ര അടിപ്പാതയ്ക്ക് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴായി. പടിഞ്ഞാറെ സർവീസ് റോഡിലാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിയെടുക്കുന്നതിനിടെ പൈപ്പ് തകർന്നത്. ഇതേ തുടർന്ന് ദശലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് റോഡിലൂടെ ഒഴുകിയത്. പൈപ്പ് പൊട്ടി അതിശക്തമായി വെള്ളം പുറത്തേക്ക് ഒഴുകിയതോടെ സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വെള്ളക്കെട്ടായി. ഇത് വ്യാപാരികൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ദുരിതമായി. മണിക്കൂറുകളോളം വെള്ളം ഒഴുകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഇടപെടാതിരുന്നത് പ്രതിഷേധത്തിന് കാരണമായി. തീരദേശ മേഖലയിലെ പലയിടങ്ങളിലും നിലവിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. കുടിക്കാൻ ഒരു തുള്ളി വെള്ളത്തിനായി ജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇത്രയധികം വെള്ളം പാഴായിപ്പോയതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പൈപ്പ് ലൈനുകൾ സംരക്ഷിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാത്തതാണ് അപകടത്തിന് കാരണമായത്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നിരവധി അപാകതകൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അവ ചൂണ്ടിക്കാട്ടാനോ പരാതിപ്പെടാനോ കൃത്യമായ ഒരു സംവിധാനമില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. പൈപ്പ് പൊട്ടിയാൽ അത് പരിഹരിക്കാനോ പരാതി കേൾക്കാനോ ഇവിടെ ആളില്ലാത്ത അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകൻ ഹാഷിം തിരുവത്ര പറഞ്ഞു. ഏകദേശം രാവിലെ ഒരു 10-10 മണി സമയത്ത് JCB വന്നിട്ട് ഇവിടെ മാന്തിയതാ. മാന്തിയിട്ട് ഇവിടെ വലിയ ശക്തമായിട്ട് വെള്ളങ്ങൾ പുറത്തോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരുപാട് കുടിവെള്ളം ഇവിടെ പാഴായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ശുദ്ധജലത്തിന് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോഴാണ് വെള്ളം പാഴായിക്കൊണ്ടിരുന്നത്. ആരടുത്ത് പരാതി പറഞ്ഞാൽ ഇവിടെ ആരുമില്ല. അതിന് ബന്ധപ്പെട്ട ഇവിടെ ആരുമില്ല. ഇവിടെ കുറെ ബംഗാളികളുണ്ട്. അവരടുത്ത് പറയാം ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് പറഞ്ഞു ഇവിടെ കുടിക്കാൻ പറയും, ഞങ്ങൾ കുടിച്ചെന്നും പറയണം. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല NHന്റെ ഇവിടെ. ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉടനെ തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഇല്ലെങ്കിൽ നാളെ മുതൽക്കൂടെ നിരാഹാരം കെടുക്കാൻ പോവാ. ദേശീയപാത അതോറിറ്റിയും ജല അതോറിറ്റിയും ഏകോപനത്തോടെ പ്രവർത്തിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ കാരണമെന്നും അടിയന്തരമായി പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.